ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സല്ലു. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന ചെറിയ സ്റ്റോറി ആയിട്ടാണ്. ഒരു ബിസിനസ്മാൻ കുറച്ച് ലോൺ എടുത്തു ഒരു ആളിനോട്. പക്ഷെ ആ ലോൺ അടയ്ക്കാൻ പറ്റാത്തൊരവസ്ഥ വന്നു. അപ്പോൾ അത് ലോൺ എടുത്തത് ഒരു വയസ്സായിട്ടുള്ളൊരു പേഴ്സൻ്റെ അടുത്ത് നിന്നാണ്. അദ്ദേഹത്തിനാണെങ്കിൽ ബിസിനസ്മാൻ്റെ ഒരു സുന്ദരിയായിട്ട് മോളുണ്ട്. അവളെ എങ്ങനെയെങ്കിലും കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹമുള്ളൊരു പേഴ്സണായിരുന്നു. അപ്പോൾ അദ്ദേഹം ലാസ്റ്റ് ലോൺ കൊടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ബിസിനസ്മാൻ്റെ വന്ന സമയത്ത് ആ ലോൺ കൊടുത്ത ആൾ പറഞ്ഞു, എനിക്ക് നിൻ്റെ മോളെ കല്യാണം കഴിച്ച് തരികയാണെങ്കിൽ എനിക്ക് ആ നിൻ്റെ ലോണൊക്കെ ഞാൻ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ അത് ബിസിനസ്മാൻ സമ്മതിച്ചില്ല. അപ്പോൾ എങ്ങനെയായിട്ടും ബിസിനസ്മാൻ സമ്മതിക്കാണ്ടായി. അപ്പോൾ ഒരു ഐഡിയയും കൂടി ആ ലോൺ കൊടുത്ത ആൾ പറഞ്ഞു, ഞാനൊരു പാത്രത്തിനകത്ത് ഒരു വൈറ്റ് ആൻഡ് ബ്ലാക്ക് കല്ലിടും. അതിനകത്ത് നിൻ്റെ മോള് ഏത് കല്ലെടുക്കണോ, വൈറ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ലോണും തരണ്ട, കല്യാണവും കഴിക്കണം, അത് നമുക്ക് ഒഴിവാക്കാം. അതേ സമയത്ത് ബ്ലാക്ക് ആണ് എടുക്കണമെങ്കിൽ ലോൺ ഞാൻ ഒഴിവാക്കി തരാം, എനിക്ക് മോളുടെ കല്യാണം കഴിച്ചാൽ മാത്രം മതി. ഇത് കേട്ടപ്പോൾ വ്യാപാരി വിചാരിച്ചു കുഴപ്പമില്ല അവൻ വിചാരിച്ചു. കാരണം എന്താ വെച്ചാൽ ഏത് ഇതിലായാലും നഷ്ടമില്ലല്ലോ എന്നുള്ള തോന്നുന്നത്. ലാസ്റ്റ് ഗതി അടിച്ചു, പൈസ കൊടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയതുകൊണ്ട് ഓക്കെ എന്നുള്ള രീതിയിൽ വെച്ചു. അപ്പോൾ ഈ പാത്രത്തിനകത്ത് ആ വ്യാപാരി 2 കല്ലിടുമ്പോൾ പെട്ടെന്ന് മോൾ ശ്രദ്ധയിൽപ്പെട്ടെന്താ വെച്ചാൽ അത് 2 ബ്ലാക്ക് കല്ലാണ്. പക്ഷേ ആ കാര്യം അവിടെ അവതരിപ്പിച്ചെടുക്കുകയാണെങ്കിൽ, എടുക്കുന്നത് ബ്ലാക്ക് കല്ല് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താവും, കല്യാണം എന്തായാലും നടക്കും, പക്ഷെ അച്ഛൻ്റെ കാര്യം ക്ലിയർ ആവും. ഇനി അത് 2 കല്ലും ബ്ലാക്ക് ആണെന്ന് പറഞ്ഞാൽ എന്താവും, ആ പണം തന്ന പലിശക്കാരൻ വീണ്ടും ഏതെങ്കിലും രീതിയിൽ ഉപദ്രവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ മോളൊരു ഐഡിയ ചെയ്തു, അതിനകത്ത് കയറി ഒരു കല്ലെടുത്ത് ഉടനെ മയക്കം വന്ന പോലെ താഴെ അങ്ങോട്ട് വീഴുമ്പോൾ അവിടെ കുറേ കല്ലുകളുടെ ഇടയിൽ ഈ കല്ലും അവിടെ പെട്ടുപോയി. അപ്പോൾ വെള്ളയും കറുപ്പൊക്കെ ആയിട്ടുള്ള കല്ലുകളിൽ പെട്ട് കഴിയുമ്പോൾ പെട്ടെന്ന് മോളെണിച്ചിട്ട് ഒരു കാര്യം പറയണം. എന്താ പറയുന്നത് അറിയോ, ഒരു കാര്യം ചെയ്യാം, എന്തായാലും വീണ കല്ല് മിക്സ് ചെയ്തല്ലോ, അപ്പോൾ അതിനകത്തുള്ള കല്ല് വൈറ്റ് ആണെങ്കിൽ എൻ്റെ കയ്യിൽ ഞാൻ ആദ്യം എടുത്ത കല്ല് ബ്ലാക്ക് ആയിരിക്കും. അതല്ലെങ്കിൽ അതിനകത്തുള്ള കല്ല് ബ്ലാക്ക് ആണെങ്കിൽ ഞാൻ എടുത്ത കല്ല് എന്താണ്, വൈറ്റ് ആണ്. വൈറ്റ് ആണെങ്കിൽ എന്താ കാര്യം, ലോൺ എടുത്ത വ്യാപാരിയുടെ ബിസിനസ്മാൻ്റെ കംപ്ലീറ്റ് കാര്യങ്ങളും ക്ലിയർ ആണ്, മോളെ കല്യാണവും കഴിച്ചു കൊടുക്കേണ്ട. എങ്ങനെ സൂപ്പറായിട്ട്. ഇതൊന്നും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, പലർക്കും പലതരത്തിലുള്ള സിറ്റുവേഷൻസും വരും, പല പ്രോബ്ലംസും വരും. ആ സിറ്റുവേഷൻസിലും നമ്മുടെ ഈ മൈൻഡിനെ വളരെ ബ്രൈറ്റായിട്ട് യൂസ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.